തിന്നുകയാണ്. ബാലകാല സഖി അകത്താക്കി. ശബ്ദങ്ങൾ ഇപ്പൊ അകത്താക്കും. ഘോരമായ വിമർശന പീരങ്കി ഏറ്റ പുസ്തകമാണ്. കണ്ടില്ലേ യാതൊരു സങ്കോചവുമില്ലാതെ തിന്നുന്നത്. ഹേ അജ സുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിന്റെ കോപ്പി എന്റെ പക്കൽ വേറെ ഇല്ല. എന്റെ പുസ്തകങ്ങൾ ഇനിയും വേറെയുണ്ട്. ഭവതിക്കെല്ലാം വരുത്തി സൗജന്യമായി തരാം. ഉമ്മ ഉമ്മ. എന്തിനാ ബഷീറെ ഇങ്ങനെ തൊള്ള തുറക്കണത്? നമുക്ക് ചെവിക്ക് തീരുന്നില്ല. നമ്മുടെ ചെവി പൊട്ടിപ്പോയി. എന്താ ഇത് കാര്യം? നിങ്ങൾ ഇത് നോക്ക്. ഇത് ആരുടെ ആടാ ഉമ്മ? ആ, ഇത് നമ്മുടെ പാത്തുമാന്റെ ആടല്ലേ? ആ, ഇവളുടെ ആടിനല്ലേ ഇപ്പൊ ഇവിടെ സ്വാതന്ത്ര്യം. ഹേ അമ്മ, ഇവരെന്താ ഇത്ര ബഹളം? ഇത് നമ്മുടെ പാത്തുമാന്റെ ആട്. പാത്തുമാന്റെ ആട് പിന്നെ വന്നോ? പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തളി പാത്തമ്മ. എന്താ സേട്ടാനെ വഴി നിൽക്കുന്നത്? മാറിക്കണം. അല്ല, എല്ലാരും ഉണ്ടല്ലോ. എന്താ ഇവിടെ കാര്യം? അല്ല, നിങ്ങളെല്ലാരും ആടിന് കഞ്ഞവെള്ളം കൊടുത്തോ? കഞ്ഞിവെള്ളം പുസ്തകവും കടലാസും പണ്ടാരങ്ങളെല്ലാം തിന്നു കഴിഞ്ഞു. കഞ്ഞിവെള്ളം കൊടുക്കണമെന്നോ? 100 കൂട്ടം പണിയുണ്ട്. അപ്പൊ നിന്റെ ആട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ കാണാം. ഒരു പാത്ര എന്റെ ആട് പുറമ്പ് സുബൈദാനം മറക്കല്ലേ. സുബൈദാക്ക് ഇത്തിരി പാല് തരണേ. ആ, തരും തരും. നല്ല അടി തരും. ഹമ്പട പുളിസു. എടി പാത്തു, നിന്റെ ആടില്ല എന്റെ 2 പുസ്തകങ്ങളാണ് തിന്നത്. അങ്ങനെ പറയല്ലോ വല്ലിക്കാക്ക. എന്റെ ആട് അതൊന്നും ചെയ്യൂല. ആട്, പൂച്ച, പശു, കോഴി, പിള്ളേര്. ആടിനെ തീറ്റിപ്പോറ്റാൻ കണ്ട സ്ഥലം. ആ, എന്റെ ആടിനെ പറഞ്ഞല്ലോ. ആ, അനുവദിച്ചു കൊടുത്തോ. ഉമ്മ കൈയെടുക്കുമ്മ. എന്താ പാത്തൂന്റെ മുഖം കരുന്നൽ കുത്തിയ പോലെ? ആ, നിന്നെ നാളിന്ന്. അല്ല, നമ്മുടെ ആടിന് മാത്രം ഒരു സ്വാതന്ത്ര്യമുള്ളൂ, നമുക്കൊന്നുമില്ലേ? കടിക്കല്ലേ കടിക്കല്ലേ. അയ്യോ, മുള്ളണത് ഞാൻ കണ്ടില്ല. ഈ ആടിനെ ഞാൻ എന്താ അവിടെ ഒരു ബഹളം? എന്താടാ ആടെന്തിനാ നിന്റെ ട്രൗസറെ പിടിച്ചേ? വലിയ മൂത്താപ്പ, നമ്മള് ഈ വെള്ളപ്പം ഈ ആടിന് കൊടുത്തതാ. എന്നിട്ടാണ് ഈ ആടിങ്ങനെ. അല്ല വലിയ മൂത്താപ്പ, ഈ ആബി വെള്ളപ്പം കുറെ എടുത്ത് ട്രൗസറിന്റെ പോക്കറ്റിലിട്ട് ആടിന്റെ മുന്നിൽ ചെന്ന് തിന്നാൻ പറഞ്ഞു നീട്ടി. നേരാ, നമ്മള് കണ്ടതാ. വാപ്പ തല്ലു. അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ? തല്ലട്ടെ. വലിയ മൂത്താപ്പ പറയല്ലേ. ഇല്ലടാ, പേടിക്കണ്ട. ഇവരാരും പറയത്തില്ല. കേട്ടോടി താത്തുക്കുട്ടി, നിങ്ങൾ ഈ വിവരം ആരോടും പറയണ്ട. ലൈല, ഇനി മേലിൽ ആരെയും ഉള്ളടത്തിപ്പാറൂന്ന് വിളിക്കരുതിട്ടോ. ശരി മൂത്താപ്പ. എന്നാ എല്ലാരും വാ, നമുക്ക് പുഴയിലേക്ക് പോകാം.